എൻ്റെ പേര് തോമസ് ഒറ്റക്കുന്നേൽ. ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലെ മാരപ്പൻമൂലയാണ് താമസം. എനിക്ക് 4 ഏക്കർ സ്ഥലമാണ് ഉള്ളത്. അത് 1990 കാലഘട്ടങ്ങളിൽ നമ്മളിവിടെ ജൈവ കൃഷി ആരംഭിച്ചതാണ്. ഫയർ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ജൈവ കൃഷിയിലേക്ക് പിന്നെ മുന്നോട്ട് തുടർന്ന് പോകുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ പല കൃഷികൾ ചെയ്യുന്നുണ്ട്. വാഴയൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും വാഴ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ വണ്ടുകളുടെയും പിണ്ടിപ്പുഴു അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ പരമാവധി ചോട് തണ്ടും വൃത്തിയാക്കിക്കൊണ്ട് അത് നിയന്ത്രിക്കുകയാണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബോധവശതം പോലെയുള്ള അനുവദനീയമായ കുമിൾനാശിനികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ കൃഷി കാര്യങ്ങളിലൊക്കെ എൻ്റെ ഭാര്യയാണ് സപ്പോർട്ട് ചെയ്യാറ്. ഞങ്ങൾ രാവിലെ പശുവുള്ള കൃഷി കറവ കഴിഞ്ഞ് രാവിലെ തന്നെ 5 മണിക്ക് ഞങ്ങൾ എണീക്കും. പശുവിനെ കറന്ന് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു 8 മണിയാകുമ്പോൾ 8:30 ആകുമ്പം ഞങ്ങൾ ജോലിക്ക് ഇറങ്ങും. ഒരു 12 മണിയാകുമ്പം ഞങ്ങൾ 12 കയറിയിട്ട് ഒരു 2 മണിക്കൂർ വിശ്രമിച്ചതിന് ശേഷമേ ഞങ്ങൾ ഒരു 4 മണി 3:30-4 മണി ആകുമ്പോൾ ഇറങ്ങാറുള്ളൂ. അപ്പോൾ ഒരു 6 മണി വരെ ഞങ്ങൾ ജോലി ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് പൂമ്പങ്കൽ എന്ന് പറയുന്ന പൊടിയാണ്. 1 വർഷമായുള്ളൂ. ഒറ്റ തണ്ടിൽ ഇട്ടതാണ്. 1 വർഷം കൊണ്ട് ഇപ്പോൾ ഒരു 1.5 പൊക്കായി തിരിയിട്ടു. എനിക്ക് മെയിനായിട്ടുള്ള കൃഷി കാപ്പിയാണ് മെയിൻ കൃഷിയുള്ളത്. അതോടൊപ്പം തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, ജാതിയുണ്ട്, ഏലമുണ്ട്, ഗ്രാമ്പൂ, കൊടംപുളി. നമുക്ക് വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വീട്ടിൽ ആവശ്യത്തിനുള്ള അത്യാവശ്യം പച്ചക്കറികൾ, അതുപോലെ വാഴക്കൊല, വാഴയൊക്കെ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, കാച്ചിലുണ്ട്, ചേമ്പുണ്ട്, ചേനയുണ്ട്. പിന്നെ വന്യമൃഗശല്യമൊക്കെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ പരമാവധി ഇപ്പോൾ ഒത്തിരി വിപുലമായ കൃഷിയൊന്നും ചെയ്യാറില്ല. ഈ വർഷം കുറച്ച് കാച്ചിലാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട് ഐറ്റംസ്, റംബുട്ടാനുണ്ട്, മാങ്കോസ്റ്റിനുണ്ട്, ബട്ടർ ഫ്രൂട്ടുണ്ട്, അതേപോലെ കടച്ചക്ക, പേര, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള നിത്യവൃത്തിക്ക് അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസ് തന്നെ, പൈനാപ്പിൾ, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ സ്വന്തമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം മാർക്കറ്റ് ചെയ്യാറുമുണ്ട്. സ്ലറിയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. 1 ലിറ്ററിനകത്ത് 10 ലിറ്റർ വെള്ളം കൂട്ടി നേർപ്പിച്ച് ഒഴിച്ചാൽ മതി. പരമാവധി ആളുകൾ ജൈവ രീതിയിലേക്ക് മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം.